ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 2 വർഷം കൊണ്ട് 1260 രൂപയായും 5 വർഷം കൊണ്ട് 1350 രൂപയായും വർദ്ധിക്കുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? അപ്പോൾ തുക എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. തുക എക്സ് ആണെന്ന് വിചാരിക്കാം. പിന്നെ സാധാരണ പലിശ നിരക്കിൽ 2 വർഷം കൊണ്ട് ആ തുക എത്രയായിട്ട് മാറുന്നു? 1260 രൂപയായിട്ട് മാറുന്നു. ഒരു വർഷം എനിക്ക് പലിശ ഇനത്തിൽ കിട്ടുന്നത് പി രൂപയാണെന്ന് വിചാരിക്കാം. അപ്പൊ 2 വർഷം കൊണ്ട് എനിക്ക് പലിശയായിട്ട് എത്ര കിട്ടും? പി പ്ലസ് പി കിട്ടും. അതായത് 2p കിട്ടും. ഓക്കെ, പലിശ മാത്രം. അപ്പൊ ബാങ്കിൽ ആദ്യം ഞാൻ എക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 വർഷം കഴിയുമ്പോൾ ബാങ്കിൽ എന്തുണ്ടാവും? എക്സ് പ്ലസ് പലിശയായ 2p ഉണ്ടാവും. എക്സ് പ്ലസ് 2p ഉണ്ടാവും. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 1260 രൂപയാണ്. അതുപോലെ വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ട്. 5 വർഷം കൊണ്ട് അത് 1350 രൂപയായിട്ട് മാറുന്നു. അപ്പൊ ഇതേപോലെ എഴുതിയ എക്സ് ഞാൻ ഇട്ട തുക 5 വർഷമായതുകൊണ്ട് 5 വർഷത്തെ പലിശ അത് രണ്ടും കൂടെ ചേരുമ്പോൾ എനിക്ക് എത്രയായി? 1350 രൂപയായി. ഇത് പലിശ ആയി കിട്ടിയ എമൗണ്ടിനെയാണ് പി എന്നിട്ടത്. ഓക്കെ, ഇത് 2 ഇക്വേഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സും വെട്ടിപ്പോവും. 5p മൈനസ് 2p, അതായത് 3p ഈക്വൽ ടു 1350 മൈനസ് 1260 ഈക്വൽ ടു 90. p ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 30 രൂപയാണ് എനിക്ക് പലിശ ഇനത്തിൽ കിട്ടുന്നത് ഒരു വർഷം കൊണ്ട്. 2 വർഷമാണെങ്കിൽ 30 പ്ലസ് 30 60 രൂപയാണ് എനിക്ക് 2 വർഷം പലിശ ഇനത്തിൽ കിട്ടിയത്. ഇനി ഈ കിട്ടിയ 60നെ നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എക്സ് പ്ലസ് 2p ഈക്വൽ ടു 1260 ആണെന്ന് നമുക്കറിയാം. അതിൽ 2p ആണ് എന്ത്? p പ്ലസ് p 60 രൂപ. അപ്പൊ എക്സ് പ്ലസ് 60 ഈക്വൽ ടു 1260 എന്ന് എഴുതാം. അതിനകത്തുനിന്ന് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഈ 60 ഇങ്ങോട്ട് പോയാൽ മൈനസ് 60. 1260 മൈനസ് 60 എന്ന് പറഞ്ഞാൽ 1200 രൂപയാണ് എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എക്സ്. അതായത് ഞാൻ ആദ്യമായിട്ട് ബാങ്കിലിട്ട തുക 1200 രൂപയാണ്. പിന്നെ ഈ കിട്ടിയ 60ഉം പിന്നെ 350 എത്തിയതും ഒക്കെ എന്ത് വഴിയാണ്? എനിക്ക് പലിശ കിട്ടിയത് വഴിയാണ്. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പലിശ നിരക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് അത് ചെയ്യാം. അപ്പൊ എക്സ് ഈക്വൽ ടു 1200 നമുക്കറിയാം. ഒരു വർഷത്തെ പലിശ എത്രയാണെന്നറിയാം? 30 രൂപയാണെന്നറിയാം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനായിട്ട് 1200 ഇൻറ്റു പലിശ എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് അതിനെ എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ബൈ 100 ഈക്വൽ ടു 30. അതായത് ഒരു വർഷം x% പലിശയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ആ ഇനത്തിൽ എനിക്ക് കിട്ടുന്ന പലിശ 30 രൂപയാണ്. ഇതിനകത്തുനിന്ന് എക്സ് സോൾവ് ചെയ്തെടുക്കാം. എക്സ് ആണ് നമ്മുടെ പലിശ നിരക്ക്. അപ്പൊ എക്സ് അവിടെ വെക്കുന്നു. 30, ഈ 100 മേലോട്ട് പോകുന്നു. 30 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1200. രണ്ട് 0 തമ്മിൽ വെട്ടുന്നു. 30/12, അതായത് 2, 12, 24, 6. അപ്പൊ 2.5% പലിശ.